ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് പവർ ഇലക്ട്രോണിക്സിലെ SCR ബേസ് ചെയ്തിട്ടുള്ള ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മുടെ ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട് എന്താണെന്നുള്ള അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇത് ബേസ് ചെയ്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വളരെ കുറവായിരിക്കും. അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. First question, a gate current of 25 milliampere is applied to turn on an SCR. Anode current through this SCR is found to be 100 ampere. What will be the anode current if gate current is gradually reduced to 10 milliampere? Question mark, the holding current is 10 milliampere എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 0 ആണ്, 50, 100 ആൻഡ് 200 ആംപിയർ ആണ് നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, ഒരു ഗേറ്റ് കറണ്ട് 25 മില്ലി ആംപിയർ ഗേറ്റ് കറണ്ട് നമ്മൾ കൊടുത്ത ഒരു SCR ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആനോഡ് കറണ്ട് എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന കണ്ടിട്ടുള്ളത്? 100 ആംപിയർ വരെ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനോഡ് കറണ്ടിൻ്റെ ഇത് വാല്യൂ, നമ്മൾ ഗേറ്റ് കറണ്ടിൻ്റെ വാല്യൂ ഗ്രാജുവലി 25 മില്ലി ആംപിയറിൽ നിന്ന് 10 മില്ലി ആംപിയർ ആക്കി കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആനോഡ് കറണ്ടിന് ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഹോൾഡിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആക്കി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോൾഡിംഗ് കറണ്ട് എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ ഒരു SCR ഓൺ ആകാൻ വേണ്ടിയുള്ള മിനിമം കറണ്ടാണ്. അതിനുശേഷം ആ വാല്യൂവിന് ശേഷമേ SCR ഓൺ ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യം കൊടുത്തിരുന്ന ഗേറ്റ് കറണ്ട് എത്ര കുറച്ചിട്ടുള്ളത്? 10 മില്ലി ആംപിയർ ആക്കിയേ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ തന്നെയാണ്. അപ്പോൾ SCR നിലവിൽ ഓൺ കണ്ടീഷനിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആനോഡ് കറണ്ടിന് വ്യത്യാസമൊന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ കൊടുത്തിട്ടുള്ള 100 ആംപിയർ തന്നെയായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. 100 ആംപിയറിൽ നിന്ന് വ്യത്യാസമില്ല. ഹോൾഡിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആയതുകൊണ്ടും അതിൽ താഴെ പോയാലേ SCR ഓഫ് ആകത്തുള്ളൂ. അപ്പോൾ ആനോഡ് കറണ്ട് സെയിം തന്നെയായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നമ്മുടെ ഹോൾഡിംഗ് കറണ്ട് അല്ലെങ്കിൽ ലാച്ചിങ് കറണ്ട് അതിൻ്റെ കൺഫ്യൂഷൻ വരാതിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കറണ്ട് ഈസ് ദ മിനിമം റിക്വയർഡ് കറണ്ട് ടു മെയിൻറ്റെയിൻ കണ്ടക്ഷൻ ഇൻ ആൻ SCR ആഫ്റ്റർ ട്രിഗറിങ്? അപ്പോൾ കണ്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള മിനിമം കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്, നമുക്ക് കഴിഞ്ഞ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്താൽ തന്നെ എന്താണ്, ഹോൾഡിംഗ് കറണ്ട് ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ ലാച്ചിങ് കറണ്ട്, ഹോൾഡിംഗ് കറണ്ട്, ഗേറ്റ് കറണ്ട്, ബ്രേക്ക് ഓവർ കറണ്ടാണ്. ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഗേറ്റ് കറണ്ടും ബ്രേക്ക് ഓവർ കറണ്ടും കണ്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബന്ധമില്ല. അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ എന്താ, മിനിമം റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കണ്ടക്ഷൻ, നമുക്കിവിടെ ഗേറ്റ് റിമൂവ് ചെയ്തോ ഗേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ഗേറ്റ് അപ്ലൈ ചെയ്തിട്ട് ആണ് നമ്മൾ എന്താ കണ്ടക്ഷൻ ചോദിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ ലാച്ചിങ് ആയിട്ട് വരാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, മിനിമം റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കണ്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റേ ചോദിച്ചിട്ടുള്ളൂ. അത് ഹോൾഡിംഗ് കറണ്ടാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ കറണ്ട് ത്രൂ ആൻ SCR ഫോൾസ് ബിലോ ദ ഹോൾഡിംഗ് കറണ്ട് ഡ്യൂറിങ് കണ്ടക്ഷൻ? ഇവിടെ നമ്മളിവിടെ ഇതിൻ്റെ ഒരു പ്രീവിയസ് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ കറണ്ട് ത്രൂ ആൻ SCR ഫോൾസ് ബിലോ ദ ഹോൾഡിംഗ് കറണ്ട് ഡ്യൂറിങ് കണ്ടക്ഷൻ? കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റിൽ, അതായത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ ഹോൾഡിംഗ് കറണ്ടിലും താഴെ എന്താ ഈ ആനോഡ് കറണ്ട് ഡ്രോപ്പ് ആയാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ അത് ടേൺ ഓൺ ആകാനുള്ള മിനിമം കറണ്ടാണെന്ന്. ഈ പോയിന്റിന് താഴെ നമ്മുടെ കറണ്ട് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ SCR കണ്ടക്ട് ചെയ്യില്ല. അതാണ് അതിൻ്റെ ആൻസർ. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന റിമെയിൻസ് ഓൺ, it continues conducting without gate signal, it turns off, it enters reverse blocking mode എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കറണ്ടിന് താഴെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കമ്മ്യൂട്ടേഷൻ നടക്കും, അതായത് SCR ടേൺ ഓഫ് ആവും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹോൾഡിംഗ് കറണ്ട് ഓഫ് ആൻ SCR ഈസ് 20 മില്ലി ആംപിയർ, ദ ലാച്ചിങ് കറണ്ട് വിൽ ബി? ഇത് പ്രീവിയസ് ഇയർ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ 20 മില്ലി ആംപിയർ ആണെങ്കിൽ അതിൻ്റെ ലാച്ചിങ് കറണ്ട് എത്രയാണ്? ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും ഒന്നെങ്കിൽ 2-3 ടൈംസ് കൂടുതലായിരിക്കും ലാച്ചിങ് കറണ്ട് നോർമൽ കണ്ടീഷനിൽ. അത് ഡിപ്പെൻഡ് ചെയ്യാം നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷനെയും
അല്ലെങ്കിൽ SCRൻ്റെ വേരിയേഷനൊക്കെ അനുസരിച്ച് ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും ആ റേഷ്യോയിൽ വ്യത്യാസം വരാം. 2 to 3 times ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ 20 ആണ് നമ്മുടെ ഹോൾഡിംഗ് കറണ്ട് പറഞ്ഞിരിക്കുന്നത്. ഹോൾഡിംഗ് കറണ്ട് IH = 20 മില്ലി ആംബിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ 20 മില്ലി ആംബിയർ തന്നെയുണ്ട്. ഹോൾഡിംഗ് കറണ്ടിനെക്കാളും ഗ്രേറ്റർ ആണ് ലാച്ചിങ് കറണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ 20 മില്ലി ആംബിയർ ആയിരിക്കില്ല അതിൻ്റെ ആൻസർ. പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ 2 to 3 times ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു രീതി ചിന്തിക്കാം. വേറെ എന്തൊക്കെ ഇല്ലാതെ വരും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മിച്ചമുള്ളതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. പിന്നെ അതിൻ്റെ 200 മില്ലി ആംബിയർ അതാകുമ്പോൾ വലിയൊരു റേഞ്ചിൽ പോയി അത് ആവാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും താഴെ ഒരു വാല്യൂ ആണ്. ഹോൾഡിംഗ് കറണ്ട് 20 ആണെങ്കിൽ അതിനേക്കാളും താഴെ ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 18 മില്ലി ആംബിയർ. അതിന് താഴെ ആണെങ്കിൽ SCR ഓഫ് ആയിരിക്കും, അല്ലെ അതിന് താഴെ പോകത്തില്ല ലാച്ചിങ് കറണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഒഴിവാക്കാം. പിന്നെ ഹോൾഡിംഗ് കറണ്ടിനേക്കാളും മേളിൽ നിൽക്കുന്നതും നമുക്കിതിൽ കറക്റ്റായിട്ട് തോന്നുന്നതായിട്ടുള്ള ഓപ്ഷനാണ് 22 മില്ലി ആംബിയർ. ഞാൻ പറഞ്ഞു 2 to 3 times ആയിരിക്കും ഹോൾഡിംഗ് കറണ്ടിനേക്കാളും മേളിലെ ലാച്ചിങ് കറണ്ടിൻ്റെ വാല്യൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം, വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ അതിനനുസരിച്ച് ഇതിനേക്കാളും ഒരു ചെറിയ പെർസെൻറ്റേജ് വാല്യൂ മാത്രമേ ഇൻക്രീസ് കാണത്തുള്ളൂ. ഇവിടെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി 22 മില്ലി ആംബിയർ. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസ് ആയിട്ട് അറിയിക്കാം, അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ആക്റ്റീവ് കോഴ്സ് ഓൺഗോയിങ് ആണ്. അതിൽ ചേരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. എക്സാം വരയ്ക്കും മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നടന്നു പോകുന്നതാണ്. ഇൻറ്റൻസീവ് ട്രെയിനിങ്, എക്സാം വരയ്ക്കും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. മെൻറ്റർഷിപ്പ് ബൈ റാങ്ക് ഹോൾഡേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.